ഹായ് മക്കളെ, ഇതാ പരീക്ഷകൾ എങ്ങനെ അടുത്ത് വരാനായി. ടൈം ടേബിളൊക്കെ കിട്ടി നല്ല ടെൻഷനിലായിരിക്കും നിങ്ങൾ. പക്ഷേ എന്ത് ചെയ്യണം, ഇനിയുള്ള സമയം എങ്ങനെ പഠിക്കണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടാവില്ല അല്ലേ? അപ്പോൾ അടുത്ത വർഷം SSLCയിലേക്ക് പോകേണ്ട കുട്ടികളാണ്. അതിനുവേണ്ടി എങ്ങനെയൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാം, ഏത് രീതിയിലാണ് ഒരു പരീക്ഷയെ നേരിടേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണം. അത് ഇനി അടുത്ത വർഷത്തേക്ക് ഒരു വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ടൈം ടേബിൾ വന്നു, ക്രിസ്മസ് പരീക്ഷേൻ്റെ വ്യക്തമായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ടൈം ടേബിൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ബെഡ്റൂമിലെ ഒരു ഏരിയയിൽ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് എത്ര ദിവസമുണ്ട് ഓരോ സബ്ജക്റ്റും പഠിക്കാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം മിസ്സൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, അടുത്ത ദിവസം ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങും, ലാസ്റ്റ് ഡേ ഇന്നതാണെന്ന് ആലോചിച്ചിരുന്ന് പഠിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന് പഠിക്കുന്ന കുറേ പേര് നിങ്ങളുണ്ടാകും. പക്ഷേ ഈ ഒരു ടൈം ടേബിൾ കണ്ടാൽ ഇത് തന്നെയാണ്. 10 ദിവസം അവധിയെങ്കിലും നമ്മൾ ആലോചിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ കാണുമ്പം ഓരോ സബ്ജക്റ്റിനും എത്ര ദിവസമുണ്ട് പഠിക്കാൻ, എത്രത്തോളം സമയം ഓരോ സബ്ജക്റ്റിനും നമുക്ക് കിട്ടും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ കിട്ടുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ പ്രധാന പ്രശ്നം സമയമാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ളതും സമയം കിട്ടാത്തതും അതുപോലെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത കുറച്ച് സബ്ജക്റ്റുകൾ ഉണ്ടാവും അല്ലേ? അതിനാണ് നിങ്ങൾ ആദ്യം ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പം ഇപ്പം കിട്ടുന്ന ഒരു സമയത്ത് ആ ഒരു ചാപ്റ്റേഴ്സ് നല്ലോണം റിവൈസ് ചെയ്യുക. സ്കൂളിൽ പോകുമ്പം നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഏതെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളത് പഠിച്ച് സെറ്റാക്കുക. ടീച്ചേഴ്സിനോടൊക്കെ ഡൗട്ട് ചോദിച്ച് ആ ഒരു ക്ലാരിഫിക്കേഷൻസ് കൊണ്ടുവരുന്ന സമയമാണിത്. അത് കഴിഞ്ഞ് നിങ്ങൾ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ടൈം ടേബിളിനനുസരിച്ച് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഓരോ സബ്ജക്റ്റിനും ഇത്ര സമയം കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇവിടെയൊക്കെ കൂടുതലായിട്ടും നിങ്ങൾ എക്സാം ഹോളിലേക്ക് വരുമ്പോൾ മെയിൻ ഒരു പ്രശ്നമുണ്ട്, സമയം കിട്ടാതെ വരുന്നത്. അവിടെ അതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റുകൾ നല്ല വൃത്തിയിൽ പഠിക്കുക. അതായത് എല്ലാം വാരി വലിച്ച് പഠിക്കാതെ നല്ല രീതിയിൽ വെയിറ്റേജ് വരുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ കുറച്ച് ഏരിയാസ് ഉണ്ട്, അത് 100% ഷുവറായിട്ട് പഠിക്കുക. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, കൂടെ ആഡ് ഓൺ ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ പരീക്ഷയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ച് എഴുതാനും കോൺസെപ്റ്റ് നല്ലോണം എഴുതാനും പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ആ സമയത്തിൻ്റെ പ്രശ്നം ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഓരോ ടൈം വെച്ച് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു ലെവലിൽ നിന്ന് കൂടുതൽ മേലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റും. ഒരു A+ ലെവൽ അല്ലെങ്കിൽ ബയോളജിക്ക് ഫുൾ മാർക്ക് നേടണമെങ്കിൽ ഇത്തരത്തിലുള്ള ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓരോ സബ്ജക്റ്റിനും കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്ത് പഠിക്കുക. അപ്പോൾ സമയത്ത് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുക, എയിം ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതിലും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ സിലബസ് മാറിയതുകൊണ്ട് നമുക്ക് അധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ലൈവുകളും കോണ്ടന്റ് വീഡിയോസും ഒക്കെ നിങ്ങൾ കാണണമെന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇവിടുത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സും പുതിയ സിലബസ് വന്നതും പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ പാറ്റേണും പുതിയ പാറ്റേണും ഒക്കെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസുകൾ അനലൈസ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ലൈവിൽ വന്ന് വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരവും അവിടെ കിട്ടും. മാക്സിമം ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്ത് പഠിക്കാനും പറ്റും. അപ്പം ഇനി അങ്ങോട്ടുള്ള ലൈവുകളൊന്നും മിസ്സാക്കാതെ കറക്റ്റ് നമ്മുടെ ക്ലാസ്സുകളിൽ വന്ന് നന്നായിട്ട് ഫോക്കസ് ആയിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പോൾ സമയത്തെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നോക്കി മാനേജ് ചെയ്ത് പഠിക്കുക. അപ്പം ഓൾ ദി ബെസ്റ്റ്.